കാണാൻ പറ്റുമായിരുന്നില്ല, ഇന്ന് വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നില്ല. നമ്മുടെ ബിസിനസ് ചിലപ്പോൾ നമുക്ക് കുറെ ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഞാൻ അങ്ങേയറ്റം ഈ സ്ക്രീനിൽ എത്താൻ പറ്റിയതിന് വളരെ നന്ദി, ജഗദീശനോട് നന്ദി പറയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിശദമായി കേൾക്കാം. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ പേര് ജോഷി എന്നാണ്, പനമ്പയിൽ, അതായത് തൃശ്ശൂരാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാല് ഇന്ന് ഈ കൺസെപ്റ്റ് മനോഹരമായിട്ട് ഏറ്റെടുത്ത്, ഈ കൺസെപ്റ്റ് വന്നിട്ട് ഏകദേശം 1.5 വർഷമായി വളരെ മനോഹരമായി ഏറ്റെടുത്ത് ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വമായിട്ട് ഞാൻ ഈ സ്ക്രീനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ജോഷി സാർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. റെസ്പെക്റ്റഡ് മനോജ് സാർ, ഞാനാണ് സാർ. എല്ലാ ലീഡേഴ്സിനും എൻ്റെ നമസ്കാരം. ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ സാർ? ഓക്കെ. എനിക്ക് സത്യത്തിൽ ഞാനാണ് നന്ദി പറയേണ്ട ആള്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മനോജ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് നമ്മളെ സഹായിച്ചുകൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മെൻ്റലി സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുണ്ടായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സമയത്തും അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലമായിട്ട് നമ്മളുടെ റിസൾട്ടുകളൊന്നും പറയാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറയാറില്ലാത്തതുകൊണ്ടല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മനോജ് സാറാണ് വീണ്ടും അത് നമ്മളുടെ പവർ ഓഫ് ഇബാറ്റോറിയം, അത് ഇബാറ്റോറിയത്തിൻ്റെ പവറാണ്, നമുക്കത് പറയണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ സാറ് ഓരോ സമയത്തും ഞാൻ അതിനെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാൻ പറ്റും. നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഒരു ചെറിയ ഒരു ദിവസം കൊണ്ട് തലവര മാറിപ്പോയ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ പറയുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം മതി നമ്മളുടെ തലവര മാറാൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം പെട്ടെന്നൊരു ചെറിയൊരു കടുകുമണി വലുപ്പത്തിലുള്ള ഒരു കുരു ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം തന്നെ സർജറി നടത്തുകയും അതിനുശേഷം 1.5 കൊല്ലം കമന്നെടുക്കുകയും അങ്ങനെ ഒരു അവസ്ഥയിൽ വീടെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് മനോജ് സാറിനെ എന്നെ വിളിച്ചിട്ടായിരുന്നു. വീട് ജപ്തി ചെയ്ത് പോയപ്പോഴൊക്കെ പറഞ്ഞു, എൻ്റെ വീടൊക്കെ ജപ്തി ചെയ്ത് പോയി. ആ സമയത്ത് പറഞ്ഞു, അതായത് ജോഷി, അത് ഞാനിതിനെ ഈ അവസ്ഥയൊക്കെ അഭിമുഖീകരിച്ച് വന്നിട്ടുള്ളതാണ്. എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് ഒരുപാട്, ഞാൻ നമ്മളുടെ ബയോജൻസ് എന്ന് പറയുന്ന ഒരു മനോജ് സാറിൻ്റെ സുധീർ സാറിൻ്റെ ഒരു പ്രസ്ഥാനത്തിൽ ഒരു പ്രോഗ്രാം ചെയ്ത് ഒരു റാങ്ക് സിസ്റ്റം ഉണ്ടാക്കുന്ന സമയത്ത് ആള് നമ്മളെ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക, ഇത് തിരിച്ചു വരാനായിട്ടുള്ള സാഹചര്യമുണ്ട്, മാനസികമായിട്ടുള്ള ഒരുപാട് പിന്തുണ നൽകിയ മനോജ് സാറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു, കടപ്പാട് അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് കറക്റ്റായിട്ട് എന്നെ ആ സമയത്ത് നമ്മൾ വന്നിട്ട് നമ്മൾ വന്നിട്ട് ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് നമ്മുടെ ബൈജൻസിന്റെ ഭാഗമായിട്ട് ഒരു ഡയറി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഇറക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എടുക്കാന്ന് പറയുകയും എടുക്കാതിരിക്കുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർഡർ ചെയ്ത് വെക്കുകയും, ഞാൻ വർഷങ്ങളായിട്ട് അഡ്വർടൈസിങ് മേഖലയിലുള്ള ആളാണ്, ആയുർവേദ മേഖലയിലുള്ള ആളാണ്, 25 വർഷമായിട്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലുള്ള ആളാണ്. പക്ഷെ ആ സമയത്ത് നമ്മളെ ഒരു വളരെയധികം എന്താ പറയുക, ഇതൊക്കെ കൈൻഡ് എന്ന് പറയേണ്ടി വരും, ദയ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളുള്ള സഹജീവികളോടുള്ള ഒരു കരുണ എന്ന് പറയേണ്ടി വരും. ആ രീതിയിൽ മനോജ് സാറ് ആ സമയത്ത് അവതരിക്കുകയും എന്നെ സഹായിക്കുകയും, ഒരു ചെറിയ രൂപയാണെന്ന് വിചാരിക്കരുത്, 1 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് എടുക്കുകയും, മനോജ് സാറിനും ഡയറി, നമ്മളെല്ലാവരും ഓരോരുത്തരുടെ കയ്യിൽ, നമ്മുടെ ഇരിക്കുന്ന ലീഡേഴ്സിന്റെ കയ്യിലൊക്കെ ഒരു ഡയറി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് നമുക്ക് കൂടുതൽ കോസ്റ്റ് വന്നാലും സാറിൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് എനിക്കത് ഇറക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ സുധീർ സാറിൻ്റെ സഹായം കൊണ്ടാണ് ഇറക്കാൻ പറ്റി. രണ്ടുപേരും നമ്മളെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഞാൻ ഇതിനൊക്കെ നന്ദി പറയുന്നു. ഞാൻ ഈ പ്രൊഡക്റ്റ്, നമ്മൾ ഇതിൻ്റെ ബിസിനസ്സിൽ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് എന്നെ ഈ ചുമതലപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരി സാർ, ഞാൻ സാർ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം,
കാരണം എപ്പോൾ ഏത് സമയം പറഞ്ഞാലും ഞാൻ വരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അതേപോലെ എൻ്റെ പ്രോഗ്രാമിലും സാർ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മനോജ് സാറ്. മനോജ് സാറിൻ്റെ ആ ഒരു നേതൃത്വം നമുക്ക് വളരെയധികം നമ്മുടെ ടീമിനൊക്കെ ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും നമ്മളുടെ സൂമിലും കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് സാറിനെ കുറിച്ച്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥയ്ക്ക് തുല്യമായി ഞാൻ അതേമാതിരിയുള്ള അവസ്ഥയ്ക്ക് തുല്യമായി തിരിച്ചു വന്നിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ ഇതിലുണ്ട്. മനോജ് സാർ നമ്മളെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കതിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു, എല്ലാ കടപ്പാട് അറിയിക്കുന്നു. ഞാനിത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള ആൾക്കാരുണ്ടാവാം, പക്ഷെ അറിവില്ലാത്ത ആൾക്കാർ കുറേ പുതിയ ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് നമ്മൾ കഴിഞ്ഞൊരു പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ടീമിൽ എന്തായാലും ഒരുപാട് ഗ്രോത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രോത്ത് വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ആൾക്കാർക്ക് പുതിയ ആൾക്കാരാണ്. അപ്പോൾ ആ പുതിയ ആൾക്കാരിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് നമ്മളുടെ ഈ ബാറ്റോടത്തിൻ്റെ നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിൽ എന്താണ് എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറയാം. അതായത് ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. ഞാൻ ചെറുപ്പത്തിലെ തന്നെ എനിക്ക് ഞാനൊരു അടുത്ത് മെഴ്സിഡസ് ബെൻസ് ഒരു ഷോറൂമിലായിരുന്നു നമ്മൾ ജോലി ചെയ്തിരുന്നത്. ആ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ വരുന്ന വണ്ടികളെല്ലാം ബെൻസ് വണ്ടികളൊക്കെയാണ്. ആ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടേണ്ട ഒരു ചുമതല നമുക്കായിരുന്നു. ആ സമയത്താണ് നമുക്ക് ഈ എടുത്തു ഇടുകയും അതിനോട് ആ വണ്ടി നമുക്ക് അവിടെ 5,000 രൂപ 96 ശമ്പളം ഉണ്ടായിരുന്നു അന്ന്. അത് മാനേജർക്ക് എനിക്കും തുല്യ ശമ്പളമായിരുന്നു. കാരണം നമ്മൾ അവിടെ അത്രയും വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ബെൻസ് വണ്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം 5,000 രൂപ ശമ്പളത്തിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഒരു ബെൻസ് വണ്ടി വാങ്ങിക്കാൻ പറ്റില്ല. അത് കുടുംബത്തിലെ ചെലവ് മാത്രമാണ്. ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് സ്വന്തമായൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അതൊരു അഡ്വർടൈസിങ് കമ്പനിയാണ്. ആ അഡ്വർടൈസിങ് കമ്പനിയിൽ വന്ന് നല്ല രീതിയിൽ പ്രയത്നിച്ച് ഒരു 10-14 സ്റ്റാഫൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്ത സമയത്ത് കേരളത്തിലെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും നല്ല 3-4 സ്ഥാനത്തേക്ക് എയിം അഡ്വർടൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോഴും നമ്മളുടെ റെക്കോർഡ് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വോളിയൂം ഓഫ് ബിസിനസ്സിൽ ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ മാതൃഭൂമിയിൽ നിന്ന് ശ്രേയസ് കുമാറിൻ്റെ 5 പവൻ ഗോൾഡ് വാങ്ങിച്ച എൻ്റെ വോളിയത്തിനെ ഇതുവരെയ്ക്കും ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ 5 പവൻ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അവർ അത് നിർത്തിവെച്ചു. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇത്ര ഷോർട്ട് ടൈമിൻ്റെ ഉള്ളിൽ ഇത്ര കോടി രൂപ വരെ ബിസിനസ് ചെയ്തുകൊണ്ട് ആ സമയത്ത് എനിക്കായിരുന്നു ആ ബിസിനസ് അവാർഡ് കിട്ടിയത്. പക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചധികം ക്ലയൻസുകൾ ഒരു 10-120 ക്ലയൻസ് ഉണ്ടായിരുന്നു. ആ ക്ലയൻസിൽ കുറച്ച് ക്ലയൻസ് നമുക്ക് പൈസ തന്നില്ല. നോക്കിയപ്പോൾ 1 കോടി രൂപ ഒരു ദിവസം കാലത്ത് ഒരു സെപ്റ്റംബർ 12 ഞാൻ ഓർക്കുന്നു. ആ ദിവസം നമ്മളുടെ എൻ്റെ ചെക്കുകളൊക്കെ മടങ്ങി. അതിനുശേഷം നിരവധി ചെക്കുകൾ മടങ്ങി. അതിനുശേഷം നോക്കിയപ്പോൾ 1 കോടി രൂപ കടം കൈവച്ച് പോയി. നമ്മൾ കൈവച്ച് പോയി. മാതൃഭൂമിയിലും മനോരമയിലും ലക്ഷക്കണക്കിന് രൂപ അവർക്കൊക്കെ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അവർ കംപ്ലീറ്റ് എടുത്തു വെച്ചു. അത് കംപ്ലീറ്റ് ആ ചെക്കും കാര്യങ്ങളൊക്കെ അവർ വൈൻഡപ്പ് ചെയ്തു. അവർ കംപ്ലീറ്റ് ടാലി ചെയ്ത് അവരുടെ പൈസ റെഡിയാക്കി. എന്നിട്ടും 25 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ഒക്കെ ബാലൻസ് വന്നു. ഈ വലിയ ക്ലയന്റുകൾ ഫുൾ പേജ് പരസ്യം ചെയ്ത ക്ലയന്റുകൾ പൈസ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് എന്താ പറയുക, നമുക്ക് ആ 40 ലക്ഷം രൂപ അവസാനം കൊടുത്ത് 40 ലക്ഷം കടമായി വീടൊക്കെ വിറ്റ് വീട് വിറ്റു. എന്നിട്ടും ബാക്കി ഇത്രയും അധികം കടം നമുക്ക് നിർത്താൻ പറ്റിയില്ല. ആ സമയത്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷ് അറക്കൽ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ജ്യേഷ്ഠൻ ഒരുപാട് തവണ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ഫോളോ അപ്പിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. 10-17 തവണയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. കാരണം നമുക്ക് പൈസ ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, സ്റ്റാഫ് ഉണ്ട്, ഒക്കെ നമ്മളത് കേൾക്കാൻ തയ്യാറാവില്ല. ആ സമയത്ത് നമ്മൾ ആ ചേട്ടന് ഇതേപോലെ ഫോളോ അപ്പ് എന്താന്ന് പറഞ്ഞു തന്നു. കറക്റ്റ് സമയത്ത് ഞാൻ നീ ഒരു പ്രോഗ്രാം ഉണ്ട് എറണാകുളത്ത് എന്ന് പറഞ്ഞു. ഞാൻ പോയി. അവിടെ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കാണാനാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂട്ടുകാരനെ കണ്ട് തിരിച്ചു വരുമ്പോൾ വേഗം 7 മണിക്ക് വരാൻ പറഞ്ഞു. 7 മണിക്ക് വന്നപ്പോഴാണ് അവിടെ ഒരു ലീഡർ, ഞാൻ 3 വർഷം കൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബെൻസ് എടുത്തു, ഞാനൊരു 46 ലക്ഷത്തിന്റെ ബെൻസ് എടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ഡ്രീം ഇതാണ്. അപ്പം ഞാൻ ഒപ്പം സ്പോട്ടിൽ എൻ്റെ ക്ലിക്ക് അടിച്ചു.
അയ്യോ ഞാൻ ഈ വന്നിട്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബെൻസ് എടുക്കാനൊക്കെ പറ്റുമോ, 3 വർഷം കൊണ്ട് ബെൻസ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ 3 വർഷം മുമ്പ് ഷട്ടർ ഒരു ഒറ്റമുറി കടയിൽ നിന്ന് ഒരു ബെൻസിലേക്ക് എത്താൻ പറ്റിയോ? അന്ന് ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. നമ്മൾ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് ഞാൻ നല്ല രീതിയിൽ അച്ചീവറായി. ആ കമ്പനി വേറൊരു കമ്പനിയിൽ ഇന്ത്യയിലെ ടോപ്പായി. അത് ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിൽ എൻ്റെ ഒരു കമ്പനിയിൽ നിന്ന് എൻ്റെ ഡ്രീമായിട്ടുള്ള മേഴ്സേഴ്സ് ബെൻസ് വണ്ടി എനിക്ക് വാങ്ങിക്കാൻ പറ്റി. വാങ്ങിച്ച് നമ്മളുടെ അതേപോലെ തന്നെ ഒരു 1.5 കോടിയോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇൻകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ കടങ്ങളെല്ലാം വീട്ടി, എല്ലാ കടങ്ങളും ഞാൻ വീട്ടി. ഒരു രൂപ പോലും കടമില്ലാതെ എൻ്റെ അഡ്വർടൈസ്മെന്റ് ശ്രേയസ് കുമാർ എന്ന് പറയുന്ന മാതൃഭൂമിയിലെ ആള് വിളിച്ച് എന്നെ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞു, നീ ഒരു ജെന്റിൽമാൻ ആണ്, നീ കടം വീട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഒന്നും നിന്നെ ചെയ്യില്ല, നിന്റെ വർക്കാണ് എനിക്ക് ആവശ്യം. പക്ഷെ നീ അത് കടം വീട്ടിയത്, ഇത്രയധികം കടം വീട്ടി എന്നുള്ളത് ജെന്റിൽമാൻ, നിങ്ങൾ എന്നെ നമസ്കരിക്കുന്നു പറഞ്ഞിട്ട് 5 പവന്റെ ഗോൾഡ് കോയിൻ എനിക്ക് തരാം, 5 പവൻ ഗോൾഡ് കോയിൻ എനിക്ക് തന്നു. അത് നമ്മൾ കിട്ടിയിട്ടുള്ള അംഗീകാരമാണ്. നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നാണ് അത് ആ പൈസ മുഴുവൻ എനിക്ക് വീട്ടാൻ പറ്റിയത്. അങ്ങനെ ബെൻസ് എടുക്കാൻ പറ്റി. അതേപോലെ തന്നെ അങ്ങനെ നമ്മളുടെ കയ്യിൽ കടമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ വീടും കാര്യങ്ങളൊക്കെ വെച്ച് ബാക്കി ഒരു 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 10 ലക്ഷം രൂപ കൊണ്ട് ഞാനൊരു ആയുർവേദ ഷോപ്പ് 10 കൊല്ലം മുമ്പ് തുടങ്ങി. ആയുർവേദ ഷോപ്പ് ഷോപ്പല്ല, ക്ലിനിക്ക്, അതേപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ പോലെ തന്നെയാണ്. 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഉഴിച്ചില് കിഴിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് നടക്കുന്നു. വണ്ടിയുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മളുടെ ഈ ബാറ്റോടത്തിന്റെ പ്രശസ്തി എന്താണെന്ന് മനസ്സിലാക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രശസ്തി എന്താണെന്ന് അതിന്റെ മനസ്സിലാക്കണം. അതിന്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ചെറിയൊരു കടുകുമണി പോലത്തെ ഒരു കുരു വരികയും ആ കുരു ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഹെൽത്ത് സെന്ററിൽ പോയപ്പോൾ അവിടെ കാണിക്കുമ്പോൾ അവർ കൊറോണ സമയമാണ്, എൻ്റെ കഴുത്തിൽ അവർ അടുത്തേക്ക് വന്നില്ല. അവർ പറഞ്ഞു അതൊന്ന് ഗ്ലിസർ മൈൽസ് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് പറഞ്ഞു. ഞാനത് അവിടെ നിന്ന് തന്നെ വെച്ച് കെട്ടി തന്നു. പിറ്റേ ദിവസം കാലത്ത് കാണുന്നത് എൻ്റെ തല ബോള് പോലെ ആയി എന്നുള്ളതാണ്. എൻ്റെ എൻ്റെ മകൻ നജികാദസ് ഒന്ന് വെറുതെ അമർത്തിയപ്പോൾ ഒരു പാത്രം പസ്സാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. ഞെട്ടിപ്പോയി. വേഗം പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി, മദർ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. അവർ പറഞ്ഞു ഇത് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ പാരലൈസ് ആവും, 2 ഉറപ്പാണ്. അപ്പം ഒന്ന് വേഗം ചെയ്തോളൂ, നമ്മൾ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ ധൈര്യമില്ല, നിങ്ങളെ ഈ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ കഴുത്തും ഒക്കെ വീർത്തിരിക്കുകയാണ്, അവിടെയൊക്കെ പഴുപ്പ് നിറഞ്ഞിരിക്കുകയാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റാക്ക് വരും, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഒന്ന് വേഗം ഡിസ്ചാർജ് ആക്കി തരൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇൻഫ്ലുവൻസ് പരമാവധി അഡ്വർടൈസിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് വേറെ ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റി. അവിടെ കാലത്ത് ഡോക്ടർ എന്നെ കാണാൻ പോലും വരാണ്ട് ഈ അസുഖത്തിൻ്റെ എല്ലാം അയച്ചു കൊടുത്ത് കാലത്ത് നേരത്തെ തന്നെ ഓപ്പറേഷന് തയ്യാറായി എന്നുള്ളതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ജോഷി 2 കാര്യമുണ്ട്, ഒന്നുകിൽ വളരെ റിസ്ക് ആണ്, രണ്ടാമത് ഞാൻ പരമാവധി ശ്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും പാരലൈസ് ആവും. അത് കാരണം കഴുത്തിൻ്റെ അവിടെ നിന്നുള്ള ഫുള്ള് സ്ഥലത്തും പഴുപ്പ് ബാധിച്ചിട്ടുണ്ട്, കൈയിൻ്റെ അവിടെ നിന്നൊക്കെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ കഴുത്തിൻ്റെ പിക്ചർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ പിക്ചറിൽ നമുക്ക് ഉറപ്പായിട്ടും പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും, പക്ഷെ പിക്ചറിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയാൻ കാരണം നമുക്ക് ആ 2 കൈ കിടക്കുന്ന ഹോളാണ്. ഞാനത് ഒന്ന് കാണിക്കാം നമ്മളുടെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും കാണുന്നുണ്ടോ എന്ന് നോക്കൂ. ഇതാണ് എൻ്റെ കഴുത്തിന്റെ ബാക്ക് വശം. കാണുന്നുണ്ടോ സാർ? കണ്ടോ? ഇത് ഈ കഴുത്തിന്റെ ബാക്ക് വശം എന്ന് പറയുന്നത് എൻ്റെ എല്ലാ ഭാഗത്തും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് ഉണ്ടായത്. നമ്മളുടെ ആ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യുകയും ഞാൻ പിന്നെ 1.5 കൊല്ലമാണ് കമന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഒപ്പം ഇരിക്കുന്ന ഓരോരുത്തരും ഇത് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം മതി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു വെള്ളിയാഴ്ച മതി എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് ജീവിതം കംപ്ലീറ്റ് എന്താ പറയാ പാതാളത്തിന്റെ പടുകുഴിയിലേക്ക് പോയ വ്യക്തിയാണ് ഞാൻ. പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. എൻ്റെ കടയിലുള്ള 10 ലക്ഷം രൂപ വരെ എല്ലാ ഐറ്റംസും, ഇന്റീരിയർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ കടക്കാരെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. കാരണം എല്ലാം ഡേറ്റ് കഴിഞ്ഞു. അഡാട്ടിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് ഒരു 10 ചാക്ക് സാധനങ്ങൾ കൊണ്ട് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ പൊളിച്ചു കൊടുക്കാനായിട്ട് അവർ ഇറച്ചിക്കടക്കാർക്കാണ് കൊടുത്തത്. പിന്നെ അവർ കൂടുതൽ വാടക കിട്ടുന്ന സ്ഥലമാണ്. 10-15 രൂപ വാടക ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഇറച്ചിക്കടക്കാർ പോലത്തെ ആൾക്കാർ കിട്ടണം. ഞാൻ സ്ഥിരമായിട്ട് അവിടെ കൊണ്ടു നടന്നിട്ടുള്ളതാണ്.
അപ്പോൾ ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട അല്ല സാധനങ്ങൾ വരെ പോയി എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ 1.5 കൊല്ലം കമന്ന് കിടന്നു, എൻ്റെ കൈ കിടന്ന് ഇങ്ങനെ ഷിവർ ചെയ്യായിരുന്നു, എൻ്റെ കൈ പൊന്തിക്കാൻ പറ്റില്ലായിരുന്നു. ഇതൊക്കെ സർജറിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇതിന് വേറെ മരുന്നില്ല, നമുക്ക് തുന്നി കൂട്ടാൻ പറ്റില്ല, അതാ തന്നെത്താൻ ഹീൽ ചെയ്യണം. ആ ഹീൽ ചെയ്യാനുള്ള സമയത്താണ് നമ്മുടെ ഡോക്ടർ സുധീർ സാർ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ജോഷി എന്നെ മുമ്പ് അറിയുന്ന ആളാണ്, സുധീർ സാറും രാജേഷ് സാറും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി വന്ന് പറഞ്ഞു, ജോഷി ഇത് ഉപയോഗിക്കൂ. സത്യത്തിൽ ആ സമയത്ത് ഞാൻ എൻ്റെ ബിസിനസ് മാറ്റി. ഞാൻ ഷെയർ മാർക്കറ്റിൽ നല്ല രീതിയിൽ എൻ്റെ വൈഫ് എക്സാം ഒക്കെ എഴുതി പാസ്സായി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കമന്ന് കിടന്ന് ചെയ്യാൻ പറഞ്ഞ ബിസിനസ് ഷെയർ മാർക്കറ്റിലേ ഉള്ളൂ. അതുകൊണ്ട് ഇരുന്നോടത്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. 1.5 കൊല്ലം എൻ്റെ വീട്ടുകാരോ ബന്ധുക്കളും ആരും ആ സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നില്ല. ആരുടെ അടുത്തേക്ക് ഞാനും പോയില്ല, ആരും എന്നെ സഹായിച്ചില്ല. ഞാൻ എൻ്റെ കുടുംബവും ശരിക്കും പറഞ്ഞാൽ പട്ടിണി കിടന്ന്, നമ്മൾ റേഷനറി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അന്ന് അച്ഛനും അമ്മയും അച്ഛൻ്റെ പെങ്ങളുണ്ടായിരുന്നു. 5 പേരുടെ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അരിയാ. ആ അരി നമ്മൾ സബോളയൊക്കെ വാങ്ങിച്ച് നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇത് റേഷനറി ആരോടും പറയാൻ പോയില്ല. ഈ സബോളയും എല്ലാ സാധനങ്ങളും വെച്ച് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചു. ആ ജീവിച്ച സമയത്ത് ഈ കഴുത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളുടെ പതുക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ എല്ലാ കൊല്ലം ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. എനിക്ക് പോകാൻ പറ്റിയില്ല ആ കൊല്ലം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൈ മുകളിലേക്ക് വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൈ പൊന്തില്ല. ആ സമയത്താണ് സുധീർ സാറ് വന്നിട്ടുള്ള ഈ പ്രൊഡക്റ്റ് തന്നത്. ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു. 3.5 മാസം 4 മാസം ആയപ്പോഴേക്കും ഈ പതുക്കെ ഒരു പാട പോലെ വന്ന് കെട്ടി ബാക്കിൽ വന്ന് ഫില്ലാവാൻ തുടങ്ങി. ഡോക്ടർ 5 വർഷം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ കഴുത്താണ്. അങ്ങനെയാണ് ഇത് ജോഷിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുള്ളൂ. ഫിസിയോതെറാപ്പി ദിവസം ചെയ്തോളൂ, 5 വർഷമെങ്കിലും വേണ്ടി വരും ഇത് ഫില്ലാവാൻ. അത് പറഞ്ഞത് ശരിയാണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത് ഹീൽ ചെയ്തു. പതുക്കെ അടച്ച് നമ്മൾ പാട കെട്ടി പുറത്ത് വന്നു. അത് ഫില്ലായി. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൈ പതുക്കെ പൊന്തിക്കാൻ പറ്റി. ഞാനൊരു ദിവസം ഗ്യാസ് വന്നപ്പോൾ എൻ്റെ ഫ്ലാറ്റ് മുകളിലാണ്. ആ ഫ്ലാറ്റിലേക്ക് പതുക്കെ എടുത്ത് കൊണ്ടുപോയി മനസ്സിലായി ഞാൻ പൂർണ്ണമായും എൻ്റെ കൈ 5 വർഷമൊന്നും വേണ്ടി വന്നില്ല. 4ാമത്തെ മാസം തന്നെ എനിക്ക് റിക്കവറി സംഭവിച്ചു എന്നുള്ളതാണ്. അത് ഫില്ലായിട്ടില്ല എപ്പോഴും, പക്ഷെ എങ്കിലും നമുക്ക് അത് 5 വർഷം തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞ് ശരിയാണ്. ഇത്രയും ഹോള് നമ്മുടെ ശരീരം മാംസം വന്ന് ഫില്ലാവണം. അപ്പൊ എന്നെ കൊണ്ട് ഈ ഫില്ലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫില്ലാവാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്താണ്? എനിക്ക് 550 ഷുഗറാണ് ആ സമയത്ത്. ആ 550 ഷുഗർ വീണ്ടും കൂടും. അപ്പോൾ രണ്ടും തമ്മിൽ ഒരിക്കലും ടയലാവില്ല. ഇത് ഫില്ലാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അപ്പൊ 40 വെച്ചിട്ട് 3 നേരവും ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ സമയത്ത് പോലും നമുക്ക് അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല. തലയിലൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ നടക്കുക. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. കാരണം നമ്മൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ പതുക്കെ കൈയിൻ്റെ വിറയൊക്കെ നിന്നു. നമ്മുടെ റിസ്റ്റ് ബാൻഡാണ് അതിൻ്റെ മാജിക് പ്രൊഡക്റ്റ്. ആ റിസ്റ്റ് ബാൻഡിലാണ് നമുക്കത് സാധിച്ചത്. അതുപോലെ കയ്യിൽ ഞാൻ വാട്ടർ ആൻജിബയോട്ടിക് കെട്ടും, വെള്ളം നന്നായി കുടിക്കും. ഞാൻ കമന്ന് പതുക്കെ ഇരുന്നു തുടങ്ങി. ഞാൻ അത് പതുക്കെ എനിക്ക് വിശ്വാസം വന്നു. ഞാൻ ശബരിമല പോയി, കുടജാദ്രിയിൽ പോയി, പഴനി പോയി, അതേപോലെ തന്നെ ബോംബെ പോയി, അതേപോലെ നമ്മളുടെ തായ്ലാൻഡിൽ സുധീർ സാറിൻ്റെ ടൂർ അച്ചീവ് ചെയ്ത് അവിടേക്കും ഞാനും ഭാര്യയും കൂടി പോയി. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഫുള്ള് ഈ ബയോട്ടോറിയത്തിൻ്റെ പവറാണ്. കാരണം ആ ഇബാട്ടോറിയം പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു തന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനുമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരാൾക്ക് തളർന്നു പോയി കഴിഞ്ഞാൽ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും നമ്മൾ തിരിച്ചു വരും. അത് നമ്മൾ ഇന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് അതിനുള്ളൊരു സാധ്യത തെളിഞ്ഞത് ഈ ബയോട്ടോറിയാണ്. ആ പ്രൊഡക്റ്റ് നമ്മളെ തിരിച്ചു ജീവിതത്തിൽ കൊണ്ടുവന്നു. ഞാനത് എൻ്റെ ബിസിനസ് എല്ലാം പോയി. ഞാൻ പതുക്കെ ഈ ബയോട്ടോറിയത്തിൻ്റെ അല്ലാതെ വേറെ മുന്നിലൊന്നുമില്ല. കാരണം എൻ്റെ ബിസിനസ് എല്ലാം നശിച്ചു. പിന്നെ ഷെയർ മാർക്കറ്റ് വൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ ബിസിനസ് ഏറ്റെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ജോഷി, ഈ അസുഖത്തിൻ്റെ പേര് കാർബങ്ങൾ എന്നാണ്. ഈ അസുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പഴുപ്പ് ശരീരത്തിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് പോയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക്
ഇത് വീണ്ടും വീണ്ടും വരും. എവരി 3 monthsലൊക്കെ ഇത് പല സ്ഥലത്തും കുരുക്കളായിട്ടും കാര്യങ്ങളായിട്ടും വരും. ഇത് മുഴുവൻ ശരീരത്തിൽ നിന്ന് റിക്കവറി കളയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉണ്ടായി ഈ ഷുഗർ എന്ന് പറയുന്ന 550 ഷുഗറിന് നമുക്ക് നമുക്ക് ഈ ഉറക്കം എന്ന് പറയുന്ന ഉറക്കം ഉണ്ടായിരുന്നില്ല. വൈഫാണ് കണ്ടുപിടിച്ചത്. ഈ ഉറക്കമില്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം ഷുഗർ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ സ്ലീപ്പിംഗ് പിൽസ് എഴുതി തന്നു. ഈ ബാറ്റോറിയം പ്രോഡക്റ്റ് കിട്ടുന്ന അന്ന് വരയ്ക്കും ഞാൻ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലീപ്പിംഗ് പിൽസ് 2-3 സ്ഥലത്ത് നിന്ന് വാങ്ങിക്കും. അത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. എനിക്ക് ആ കിടക്ക ബെഡ് നമ്മുടെ മാട്രസ് കിട്ടിയിട്ട് അന്ന് തലേണ കവറിൽ വെച്ച് എൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. എൻ്റെ നമ്മുടെ പില്ലോ പാഡ് കഴുത്തിൽ കെട്ടിവെച്ച്, എന്തുകൊണ്ട് കെട്ടിവെച്ചിട്ട് റിസ്റ്റ് ബാൻഡിൻ്റെ നീളം കൂടിയിട്ടുള്ള റിസ്റ്റ് ബാൻഡ് കൊണ്ട് കെട്ടിവെച്ചിട്ടാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് നടന്നത്. ആ സമയത്ത് നമ്മൾ ഈ പില്ലോ പാഡ് വെച്ച് രാത്രി ഉറങ്ങി ആദ്യത്തെ ദിവസം മുതൽ ഞാൻ ഈ ഉറക്കഗുളിക കഴിച്ചിട്ടില്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഉറക്കം തന്നു. നമുക്ക് അതിനുശേഷം ഉറക്കം വന്നപ്പോൾ തന്നെ നമ്മുടെ ഷുഗറിൽ വളരെ വ്യത്യാസം വന്നു. 200ലേക്കും 250ലേക്കും കുറഞ്ഞു വന്നു. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കരുത്. അപ്പോൾ 200 എൻ്റെ മെയിൻറ്റെയിൻ ഒരു പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത്. 200-നേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ തളരും, കൂടിയാലും നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്തോളൂ എന്ന രീതിയിലാണ് നമ്മൾ അതിൽ തിരിച്ച് കൊണ്ടുവന്നത്. അപ്പം ആലോചിച്ച് നോക്കുക, നമ്മളുടെ ആ പ്രോഡക്റ്റ് നമുക്ക് ഉറക്കം കൊണ്ടുവന്നു, നമ്മൾക്ക് ജീവിതം കൊണ്ടുവന്നു, കുടുംബത്തിൽ പതുക്കെ പതുക്കെ ഇൻകം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ വീണ്ടും പതുക്കെ നമ്മളുടെ ഹോപ്പിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള വീണ്ടും നമ്മളുടെ പല സ്ഥലത്ത് പൊന്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്, ആദ്യം പൊന്തിയത് മുൻവശത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനത് ആരോടത്തും പറഞ്ഞിട്ടില്ല, നമ്മളൊരു മീറ്റിങ്ങിലും പറഞ്ഞിട്ടില്ല. ഞാൻ നമ്മളുടെ മനോജ് സാറിൻ്റെ പ്രോഗ്രാമിലാണ് പറഞ്ഞത്. അത് നമ്മളുടെ മുൻഭാഗത്ത് ഈ 2-3 എന്ന് പറയുന്ന പോലെ ഒരു വലിയൊരു ബോൾ പോലെ വന്നു. അത് മുഴുവൻ അമർത്തി നോക്കിയപ്പോൾ പഴുപ്പായിരുന്നു. അത് നമുക്ക് നമ്മളുടെ പില്ലോ പാഡ് നമ്മൾ എന്താ പറയുക ഇന്നറായിട്ട് ഉപയോഗിച്ച് കെട്ടി ഡോക്ടറെ അടുത്ത് പോയി. എനിക്കറിയാം, ഒരു കടുകുമണി വലുപ്പത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് ഇങ്ങനെയായി. അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്താ ഉണ്ടാവുകയെന്ന് എനിക്കറിയാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ബാക്കിൽ അടുത്തത് വന്നത് ബാക്കിൽ വന്നു. അല്ലെങ്കിൽ ഉള്ളിലല്ല, പുറത്ത് വന്നു. പക്ഷേ അത് കോഴിമുട്ട വലുപ്പത്തിലാണ് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കടുകുമണി വലുപ്പത്തിൽ ഉണ്ടായിട്ട് കഴുത്ത് ഇതേപോലെ ഹോളായി. ഞാൻ ഹോമിയോ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ, ഇതൊന്ന് ചുക്കി കളയാനായിട്ട്, ഇതൊന്ന് വറ്റിച്ച് കളയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? എനിക്ക് ഡോക്ടറെ പോകാൻ, പലപ്പോഴും ഡോക്ടറെ പോകാൻ എനിക്ക് പേടിയാണ്. ആക്ച്വലി എൻ്റെ കഴുത്ത് ആയ പോലെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുക? എനിക്ക് കഴുത്താണെങ്കിൽ നമുക്ക് നടക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഇരിക്കാൻ പറ്റാത്ത രണ്ടാം വശത്തെ ഒരു വലിയൊരു ആ ഭാഗം മുഴുവൻ എടുത്ത് കളയണമെന്ന് എനിക്കറിയാം. അപ്പോഴാണ് എനിക്ക് ഞാൻ ഈ ബാറ്ററിയിൽ ചെറിയ ഇൻകം കൊണ്ട് ഞാൻ കുറച്ച് കാറ് മേടിച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ചു. ആ കാറിൻ്റെ ഉള്ളിൽ നമ്മുടെ പില്ലോ പാഡും ഒക്കെ വെച്ച് എന്താ പറയുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അറിയാതെ പൊട്ടുകയാണെങ്കിൽ, അതായത് ഇത് തന്നെത്താൻ പൊട്ടുകയാണെങ്കിൽ, പഴുത്ത് പൊട്ടുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, സർജറി ചെയ്യേണ്ട. അല്ലാതെ കൈയൊന്നും തൊട്ടാൽ അത് ഇൻഫെക്ഷൻ ആവും, നിങ്ങൾ പിന്നെ സ്ഥിരം ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പതുക്കെ അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനക്കി അങ്ങോട്ടും ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് എന്ന് പറയണു. 3-ാമത്തെ ദിവസം ആ വലിയ കുരു മുമ്പിലത്തെ കുരു പതുക്കെ പഴുപ്പ് ഇങ്ങനെ ഞെക്കിക്കളഞ്ഞ് ഈ ബാക്കിലത്തെ കുരു പഴുത്ത് അതിനെ ഒരു മുണ്ട് നിറച്ച് ബ്ലഡ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അത് പൊട്ടിയപ്പോൾ തുള്ളിച്ചാടുന്ന ഒരാളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? അത് ഞാനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകണ്ട, തന്നെ പൊട്ടി രക്ഷപ്പെട്ടു. ഈ ബാറ്റോറിയത്തിന് നന്ദി, സാഗർ ജോഷി സാറിന് നന്ദി, മനോജ് സാറിന് നന്ദി, സുധീർ സാറിന് നന്ദി, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ റിസൾട്ട് നമ്മൾ എന്താ പറയുക, വലിയൊരു റിസൾട്ടാണ്. ഇത് പറയേണ്ടതാണ്, പക്ഷെ ഞാനത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം, ഞാൻ എല്ലാവരുടെ അറിവിലേക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും മാരകമായ ഒരു റിസൾട്ടിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എത്രത്തോളം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ നമ്മളുടെ ഇതിനുള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഏകദേശം ഒരു 150 ആൾക്കാരായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരോടും പറയുന്നു, ആത്മാർത്ഥമായിട്ട് പറയുന്നു, നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കരുത്. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ കമ്പനി നന്നായിരിക്കണം, ആ കമ്പനി നമ്മളെ ഈ ബാറ്ററിയാണ്, ആ കമ്പനിയിലെ റിസൾട്ട് പ്രൊഡക്റ്റ് നന്നായിരിക്കണം. ആ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരാളും പോലും അത് നമ്മൾ ആലോചിച്ചിരിക്കരുത്. എങ്ങനെ തിരിച്ചു വരണം, ഹൈ പവറിൽ തിരിച്ചു വരണം. ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിന് ഇതിനേക്കാൾ വലിയ, പിന്നെ ഞാനത് എൻ്റെ മാറി എന്ന് പറഞ്ഞപ്പോൾ
എല്ലാവരും തിരിച്ചു എന്നെ വിളിച്ചു തുടങ്ങി. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ ഈ കഴുത്തിലെ ഫോട്ടോയും ഇതെല്ലാം കളക്ടറാണ് എനിക്ക് എഴുതി തന്നത്. എൻ്റെ വീട് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ ഈ മനുഷ്യന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, 2 വർഷമെങ്കിലും സമയം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 1 വർഷമെങ്കിലും സമയം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ജപ്തി ചെയ്യാൻ വന്നൊരു സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ കളക്ടർ എഴുതുന്ന റിപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തത്. എനിക്ക് 1.5 കൊല്ലം ചോദിക്കുക പോലും ചെയ്യാണ്ട് 1.5 കൊല്ലം സ്റ്റേ തന്നു ആ ജഡ്ജി. നമ്മളുടെ ജുഡീഷ്യറിനെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. അവർ കുറെ വാദിച്ചു നോക്കി. അവരോട് പറഞ്ഞു, ഈ മനുഷ്യന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, വീട്ടിൽ 5 പേരുണ്ട്, എങ്ങനെ നിങ്ങളുടെ പൈസ തരും? ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് വിടാൻ, ജപ്തി ചെയ്ത് വിട്ട് കഴിഞ്ഞില്ല, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ജഡ്ജ് പറഞ്ഞു അവരെ ആ കേസ് എടുക്കാൻ പോലും 1.5 കൊല്ലത്തേക്ക് സമ്മതിച്ചില്ല. അവസാനം എൻ്റെ വക്കീലിനോട് ജഡ്ജ് പറഞ്ഞു, ഇനി 1 വർഷം കൂടി ഞാൻ സമയം കൊടുക്കാം അവർക്ക് ജപ്തി ജപ്തി ഒഴിവാക്കാനായിട്ട്. 1 വർഷം കൂടി ഞാൻ സമയം കൊടുക്കാം മാറുകയാണെങ്കിൽ. അപ്പോഴേക്കും ഞാൻ ഈബായിട്ടോറിയം തുടങ്ങി വെച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് 35 ലക്ഷം രൂപയുണ്ട് വീടിന്, അത് ഞാൻ വേറെ വീട് വെച്ചോളാം. ഈ ബാറ്ററി വന്നിട്ടുണ്ട്, നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ എനിക്കറിയാം, ഞാൻ അച്ചീവറാണ്, 1 കോടി രൂപ എൺ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ബെൻസ് എടുത്ത വ്യക്തിയാണ്. പക്ഷെ ഞാൻ എടുത്തോളാം സാർ. ആ വീട് ഞാൻ അവർക്ക് നേരിട്ട് പോയി താക്കോല് കൊടുത്തു. ആ താക്കോല് കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മളിതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ളിൽ എനിക്കറിയാം, ഈ വർഷം തന്നെ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റും. അതിന്റെ പവറാണ്, ഈ ബാറ്റോളത്തിന്റെ പവറാണ്, ഈ പ്രൊഡക്റ്റിന്റെ പവറാണ്. ആ പവറിന്റെ നമുക്ക് റിസൾട്ട്, ഞാൻ കൊടുത്ത എല്ലാവർക്കും റിസൾട്ട്, ബ്രസ്റ്റ് ക്യാൻസറിന് റിസൾട്ട് വന്നു, മുട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞ റിസൾട്ട് വന്നു, നമ്മുടെ ലിവർ സിറോസിന് റിസൾട്ട് വന്നു, നമ്മളുടെ നടുവേദനയ്ക്കും പുറംവേദനയ്ക്കും കാല് മുറിച്ചു മാറ്റാനായിട്ട് അമല ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ള കേസ് നമുക്ക് തീർച്ചയായിട്ടും ആ കാല് മുറിക്കാൻ 1.5 ലക്ഷം വേണം. അയാളിൽ കാശുണ്ടായിരുന്നെങ്കിൽ അയാൾ വികലാംഗനായി നടക്കേണ്ടി വന്നെ. ഞാൻ കൊണ്ടുപോയി കൊടുത്തു, നമ്മുടെ സൂപ്പർ ഡിലക്സ് കൊടുത്തു. ആ സൂപ്പർ ഡിലക്സ് കൊടുത്ത് 10 ദിവസത്തിനുള്ളിൽ, എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ മുഴുവൻ ആ കാല് നടക്കുന്നുണ്ട്, അത് കാല് 10 ദിവസം കൊണ്ട് വെളുത്തു എന്നുള്ളതാണ്. അതൊക്കെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് എന്ന് വെറുതെ പറയുകയല്ല, നമ്മുടെ ജീവൻ തിരിച്ചു തരുന്ന പ്രൊഡക്റ്റാണ്. കുടുംബങ്ങളുടെ ആരോഗ്യം, പൈസ, സമ്പത്ത് എല്ലാം തിരിച്ചു തരുന്ന പ്രൊഡക്റ്റാണ്. ഇന്ത്യയിൽ ഞാൻ സാഗർ ജോഷി സാറിനെ കണ്ടു. ഈ റിസൾട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ റിസൾട്ട് ആണ് ഈ കഴുത്ത്. ആ കഴുത്തിനെ അവര് കമ്പനി സൈറ്റിൽ ഇട്ടു എന്നുള്ളതാണ്. അതിനേക്കാളും പവർന്നായിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, സാഗർ ജോഷി സാറിനെ കാണാനായിട്ട് ഒരു ടീം ഛത്തീസ്ഗഡിൽ നിന്നും പഞ്ചാബിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അവർ ആദ്യം ദാദർ ഓഫീസിലാണ് വന്നത്. അവർക്ക് സാഗർ സാറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാത്തത് കൊണ്ട് അവരൊരു 35-40 വരെ ടീം ഉണ്ടായിരുന്നു. എന്നെ കണ്ട വഴിക്ക് നമ്മുടെ റാഷിദ് സലീം സാറിന്റെ സുജിത് സാറ് കണ്ട വഴിക്ക്, സാറ് കണ്ടല്ലോ, എന്തെങ്കിലും സന്തോഷമായി സാറ് എൻ്റെ ടീമിനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ കഴുത്ത് കാണിച്ചു കൊടുത്ത് എൻ്റെ റിസൾട്ട് എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ ഹിന്ദിയിൽ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി എന്താ പറയാ, അപ്പൊ തന്നെ അവരവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ആ ടീം മുഴുവൻ കണ്ടിട്ട് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. ഈ ബാറ്റോളത്തിന്റെ പവർ ഇത്രയുണ്ടെന്ന് പറഞ്ഞ അവർക്ക് ഇത് നമ്മൾ പറയുന്നത് ഹാർട്ടിൽ നിന്നാണ് സാർ, നമ്മൾ പറയുന്നത് ഹാർട്ടിൽ നിന്നാണ്. നമ്മൾ പറയുന്ന വേർഡുകളെല്ലാം നമ്മളുടെ ജീവിതം തിരിച്ചു കിട്ടിയ ഒരാളുടെ ഇതാണ്. ഞാൻ എല്ലാവർക്കും കൊടുത്തു, നിറച്ചു കൊടുത്തു. ഞാൻ പതുക്കെ ബിസിനസ്സിൽ വെച്ച് വന്നു. അപ്പോഴാണ് ഞാൻ ബിസിനസ്സുകാരനാണ്. ഞാൻ 2000-ലൊക്കെ ഞാൻ ബിസിനസ്സിൽ ടോപ്പാണ്. 10-110 ആൾക്കാർക്ക് എങ്ങനെ ബിസിനസ്സിൽ കാശ് ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പോഴാണ് അവിടെ ഞാൻ കുറേ അധികം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലോ ഫെഡറേഷന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് 10,000-കണക്കിന് ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു കാര്യം തിയറി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മളെ 5 വർഷം നമ്മളെ ഒരു കമ്പനി നമ്മൾ പ്രൊഡക്റ്റ് അപ്രോച്ച് ചെയ്യുക, നിറച്ച് റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനി നമ്മളുടെ നാട്ടിൽ എല്ലാവർക്കും ബിസിനസ് പ്രൊഡക്റ്റ് കൊടുക്കും. ആ പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് നമ്മൾ പാണന്മാർ പറയണ പോലെ എല്ലാവരും പറഞ്ഞു നടക്കും, അവർ വാങ്ങിക്കും. അങ്ങനെ നിറച്ച് റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ കമ്പനിയിലും അതേപോലെ 5 വർഷം വളരെയധികം റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ടിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ആരോഗ്യം തിരിച്ചു വന്നു. ഒരുപാട് ആൾക്കാർ നമ്മളുടെ കമ്പനിയിൽ 300 കോടീശ്വരന്മാരുണ്ടായി. കേരളത്തിലെ ആദ്യത്തെ കോടീശ്വരനായിട്ട് നമ്മുടെ മനോജ് സാറ് വന്നു. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒന്നാമനായിട്ട് വന്നിട്ടുള്ള അദ്ദേഹം ഒരുപാട് കോടീശ്വരന്മാരുണ്ടാക്കാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടീമിന് സാധിച്ചു. അവര് നമ്മളുടേതായിട്ടുള്ള നമ്മുടെ സേവർ സാറും നമ്മളുടെ റാഫി സാറും സുധീർ സാറൊക്കെ അതിൻ്റെ ഒപ്പം നിന്നു. RKയും JPയും LPയും രജി സാറൊക്കെ കോടീശ്വരന്മാർ നമ്മുടെ മുമ്പിലെത്തി. അപ്പോൾ നമ്മൾ ഒരുപാട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കമ്പനി നന്നായിരിക്കണം, അതിന്റെ പ്രൊഡക്റ്റ് നന്നായിരിക്കണം, അതിന്റെ പ്ലാനും റിസൾട്ടാണ്. നമ്മളുടെ ഈ പ്ലാനിൽ നമുക്ക് എല്ലാവർക്കും 2 പേര് 2 ജോയിനിങ് കൊണ്ടുവന്നാൽ 7,750 കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ഈ ലോകത്തില്ല. അത്രയും നല്ലൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി ഈ ബിസിനസ് ചെയ്യണം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ബിസിനസ്
അപ്രോച്ചാണ് അടുത്തത്. കമ്പനി 5 വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റിനുള്ള സ്ഥാനത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കമ്പനിയിൽ ആൾക്ലൈൻ മിഷൻ വന്നു, നമ്മുടെ കമ്പനിയിൽ നമ്മുടെ സൈബർമാൻ വന്നു, നമ്മുടെ കമ്പനിയിൽ ഒരു 3000-ലധികം പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പോകുന്നു, 90-ലധികം പ്രൊഡക്റ്റ് വന്നു. നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ അൾട്രാ ബെറി ജ്യൂസ് വന്നു, മോർ പവർ സൂപ്പർ പ്രൊഡക്റ്റ്, നമുക്ക് സൂപ്പർ പ്രൊഡക്റ്റ് വന്നു. നമ്മളുടെ മാഗ്നറ്റിക് തെറാപ്പിയിലൊപ്പം തന്നെ നമുക്ക് ഗ്ലിറ്ററിങ് ഓപ്ഷൻ, നമ്മുടെ കയ്യിൽ റിങ്, ഇത് നമ്മുടെ റിങ് ആണ്, നമ്മുടെ കമ്പനി റിങ് ആണ്. ഇത് നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മൾ ആ സമയത്ത് പുതിയ പ്ലാനിൽ ഉണ്ടായിരുന്ന വ്യത്യാസം, ആ പ്ലാനിൽ നമ്മളാണ് ഒരു കൂടുതൽ ആൾക്കാരെ ചെയ്ത് നമ്മളാണ് ടോപ്പായത്. എന്നാലോചിച്ച് നോക്കുക, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തിരിച്ച് ഈ ബൈട്ടോറത്തിന്റെ പവർ ഒരു ദിവസം കൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. മനോജ് സാറിന്റെ താഴത്ത് 2 ലക്ഷം പേരുണ്ട്, 2.5 ലക്ഷം പേരുണ്ട്. അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു 10% ആൾക്കാർ റീപർച്ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാസം കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷം, 1 കോടിയാണ്. യെസ്, ഇത് സാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിൽ ഇത് സാധിക്കും. 2000-ൽ 1 കോടി കിട്ടുന്ന ആളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത ആളാണ് ഞാൻ. കാരണം ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ RMP ഷംസുൻ സാർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ലെജൻഡ് എൻ്റെ പാർട്ണറായിരുന്നു. സന്തോഷ് അറക്കൽ എൻ്റെ പാർട്ണറായിരുന്നു. മാണിപ്പോൾ സാർ അതിൻ്റെ ട്രെയിനറായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാമിൽ നമുക്ക് അത്രയും വലിയ നമ്മളുടെ ഒരു പ്രോഗ്രാം സോഡിയാക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കുണ്ടായിരുന്നു. അതിൽ അത്രയും വലിയ ഒരു ബിസിനസ് നമുക്ക് ഈ RMP നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ലെജൻഡുകളുടെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടാകുന്ന പവർ നമുക്ക് മനസ്സിലാക്കുന്നത്, ഒരു ദിവസം മനോജ് സാർ എന്ന് പറഞ്ഞ ആളുടെ അല്ലെങ്കിൽ ജോഷി എന്ന് പറഞ്ഞ ആളുടെ താഴത്ത് അവർക്ക് വേണ്ടിയാണ് 10% ആൾക്കാർ അല്ലെങ്കിൽ 100% എത്ര ആയിക്കോട്ടെ, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് പൈസ വരും എന്നുള്ളതാണ്. ഈ പറഞ്ഞ അവർ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക, 20,000 പേര് 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 1 ലക്ഷം മണിക്കൂറാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വർക്ക് ചെയ്യുന്നത്. 1 ലക്ഷം മണിക്കൂറാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു 40 കൊല്ലം പണിയെടുക്കുന്നത്. അത് 20,000 മണിക്കൂർ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന മനോജ് സാറിന്റെ ഇൻകം എത്ര 5 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും അവർ റിട്ടയർ ആകുമ്പോൾ 40 ലക്ഷം 50 ലക്ഷം കിട്ടുക. ആ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി കിട്ടാനായിട്ട് മനോജ് സാറിന് വെറും 10 ദിവസം മതി, 40 ദിവസം മതി. ആ ലെവലിലേക്കാണ് ഈ ബൈട്ടോറത്തിന്റെ പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആ പ്ലാനിന്റെ ബ്യൂട്ടിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പാതാളത്തേക്ക് പോകാനും അതിലേപോലെ തിരിച്ചു കൊണ്ടുവരാനും ഈ പറഞ്ഞ നെറ്റ്വർക്ക് പാവപ്പെട്ടവന് കോടീശ്വരനാവാനുള്ള ഏറ്റവും വലിയ മാർഗം ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ഈ ബൈട്ടോറത്തിലെ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഇതേപോലത്തെ കമ്പനിയുടെ സാഗർ ജോഷി സാറാണ് ഇതേപോലെ ഓരോരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആദ്യം വന്ന ആൾക്കാർക്ക് ഇൻകം കിട്ടണം എന്ന രീതിയിലാണ് ഫാമിലി ബോണസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു 10 ഫാമിലി ബോണസ് ഈ സാധാരണക്കാർ വാങ്ങിച്ചാൽ, 13 ഫാമിലി ബോണസ് വാങ്ങിച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന കാശിനേക്കാൾ കൂടുതൽ ഇൻകം നമുക്ക് കിട്ടും. 1 ലക്ഷത്തിന് മുകളിൽ ഇൻകം കിട്ടും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതേപോലെ തന്നെ നമ്മൾ ആ ഇൻകം വാങ്ങിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സായി ഏറ്റെടുക്കണം. അപ്ലൈൻ്റെ ബിസിനസ് അല്ല. നമ്മുടെ കുടുംബത്തേക്ക് കാശ് കിട്ടാൻ നമ്മൾ ഇറങ്ങണം. നമ്മളുടെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനോജ് സാറെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതിൽ പോകുന്നില്ല. എല്ലാ ട്രെയിനിങ്ങും കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ വലിയ ആൾക്കാരും നമുക്ക് എല്ലാം കൊണ്ടുവന്ന് എല്ലാവർക്കും നമുക്ക് അറിവ് കിട്ടാനും സമ്പത്ത് കിട്ടാനും എന്റർടൈൻമെന്റ് കിട്ടാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനോജ് സാറിന്റെ എല്ലാ പ്രോഗ്രാമുകളും റെഡി ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സമയത്ത് ഈ ബിസിനസ് അപ്രോച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളുടെ ചിന്ത ഇനി ജോഷിയെ പോലെയുള്ള അതേപോലെ നിരവധി റിസൾട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. 25 ലക്ഷം ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ട്. കമ്പനിയുടെ പ്രൊഫൈല്, കമ്പനി ദാദർ ഓഫീസ്, ഡൽഹി ഓഫീസ് എല്ലാം ഓക്കെയാണ്. അതിന്റെ പ്ലാറ്റ്ഫോം എല്ലാം ഓക്കെയാണ്. റിസൾട്ട് ഓക്കെയാണ്. അതിൽ കോടീശ്വരന്മാർ ഓക്കെയാണ്. കേരളത്തിൽ തന്നെ 10 കോടീശ്വരന്മാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനോട് ജീവിക്കുന്നു. അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസിനസ് അപ്രോച്ച് എന്ന് പറയുന്ന സിസ്റ്റം കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മളുടെ സമയം കൂട്ടണം. നമ്മൾ അതിനു വേണ്ടി ബിസിനസ് കൂട്ടണം. ബിസിനസ് കൂട്ടാനായിട്ട് നമ്മൾ നമ്മുടെ ടീമിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഫോക്കസ് മാറ്റണം. നമ്മുടെ ഫോക്കസിൽ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരുന്നത് നമ്മളുടെ സീലിംഗ് എന്നുള്ള ഒരു ഓപ്ഷനും ഇൻകം എന്നുള്ള ഓപ്ഷനും നമുക്ക് 10 ഫാമിലി ബോണസ് ആയാലും നമ്മുടെ ടീമിലെ ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് 10 പേർക്ക് ഫാമിലി ബോണസ് വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾ സീലിംഗ് അച്ചീവറാണ്. നമ്മളൊരു 3 സുധീർ സാർ
സാറിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ABC പ്ലാൻ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു കുടുംബത്തിലെ 33,500 എന്നുള്ളത് 1,00,000 ഇൻകം വരും. നിങ്ങൾ കോടീശ്വരനാവാനായിട്ട് ഈ വർഷം തന്നെ കോടീശ്വരനാവാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് 1,00,000 വാങ്ങിക്കുന്ന 100 ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു കോടീശ്വരനാവാൻ പറ്റുമെന്നുള്ളതാണ്. 1,00,000 രൂപ വാങ്ങിക്കാൻ നമ്മുടെ വീട്ടിലെ 3 പാൻ കാർഡ് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഇറങ്ങുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ 8 മാസം നമ്മൾ പനസാറൊക്കെ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പിക്കപ്പ് സെന്റർ ഉണ്ടായിരുന്നില്ല. 1,600 പിക്കപ്പ് സെന്റർ ഇപ്പം ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്ട് സ്റ്റോക്ക് പോയിന്റ് ഇപ്പം ഉണ്ട്, നമുക്കുള്ള റിസൾട്ടുകൾ ഇപ്പം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നമുക്ക് വർക്ക് ചെയ്യുക, ഫോക്കസ് മാറ്റണം, സീലിംഗ് അച്ചീവ്മെന്റ്. നമ്മുടെ 3 ID എടുത്തുകൊണ്ട് ആരെങ്കിലും 3 ID എടുത്തിട്ടില്ലെങ്കിൽ വേഗം 3 ID എടുക്കണം. എടുത്തിട്ട് നമുക്ക് ബിസിനസ്സിലേക്ക് സീലിംഗ് ഫോക്കസ് ചെയ്യണം. ഏപ്രിൽ വരയ്ക്കും നമ്മളുടെ ഇപ്പൊ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞ 2 മാസം ടീമിന് വേണ്ടി പണിയെടുത്തുകൊണ്ട് നമ്മളുടെ സീലിംഗ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ 3 സൈഡും സീലിംഗ് ഏപ്രിൽ 15 എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് നോക്കൂ, അതിൽ നിന്ന് 100 ദിവസം 1 lakh കിട്ടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഈ വർഷം തന്നെ സൗത്ത് ഇന്ത്യൻ ടീം പറഞ്ഞിട്ടുള്ള 1 year 1 crore എന്ന് പറയുന്ന ലക്ഷ്യം നമ്മൾ എത്തിച്ചേരും. അതിന് ഏറ്റവും നല്ല സുവർണ സ്ഥലത്താണ് ഗോൾഡൻ നിറ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു തരത്തിലും എൻ്റെ പേര് ഒരാളുടെ യൂട്ടിലൈസേഷൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ പേര് വെച്ച് കൊടുത്താൽ അത് നിങ്ങളുടേതായി മാറി. അതിൻ്റെ അടിയിൽ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ കഴുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 20,000-ലധികം പ്രോഡക്റ്റ് കേരളത്തിൽ വിറ്റ കഴുത്താണ്. അത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനൊരു സ്ഥലം കിട്ടും. ഈ അസുഖം മാറിയതാണോ എങ്കിൽ ഇതെന്താ സംഭവം എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുന്ന ആ ക്യൂരിയോസിറ്റിയിൽ നിന്ന് പിടിച്ചു കയറാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. നിരവധി റിസൾട്ടുകൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പം നമ്മൾ അവരെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞ് യങ്സ്റ്റേഴ്സ്, അതായത് ഇപ്പോൾ നമ്മളുടെ ഓരോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന MBA പഠിച്ചു വരുന്ന കുട്ടികൾ, 20-25 വയസ്സുള്ള കുട്ടികളിലേക്ക് അത് നമ്മൾ ഈ ബിസിനസ് എത്തിക്കണം. ആ ബിസിനസ് എത്തിക്കുന്ന സമയത്ത് അവർ 5 വർഷം കൊണ്ട് അവരെല്ലാം കോടീശ്വരന്മാരാകുന്ന അവസ്ഥ, 3 വർഷം കൊണ്ട് ഈ പട്ടണത്തിൽ കോടീശ്വരനാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവിടെ റവല്യൂഷൻ നടക്കും. ഈ സുവർണ്ണ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിന് സാധിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ അവസരമാണ് ഈ സാഗർ ജോഷി സാർ തന്നിട്ടുള്ളത്. ആ അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവുന്ന ആ മാറ്റം, നമ്മുടെ കുടുംബത്തിലേക്ക് സമ്പത്ത്, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരു അപ്പൂപ്പൻ കാരണമാണ് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടതെന്ന് നമ്മുടെ തലമുറ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങണം. നമുക്ക് കോടീശ്വരനായ ഒന്നുമില്ല. ഇത് സേവർ സാറും സുധീർ സാറും മനോജ് സാറൊക്കെ അവര് 100 കോടി ഫോക്കസ് ചെയ്യുന്ന ലീഡേഴ്സാണ്. കാരണം ഇത് സംഭവിക്കും. മനോജ് സാറിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം 1 crore മുകളിൽ ഇൻകം കിട്ടുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ആ ലെവലിലേക്ക് യാച്ചും മറ്റേ നമ്മളുടെ ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന ലീഡേഴ്സ്, അങ്ങനെയുള്ള ഒരു അവസ്ഥ. നമ്മളുടെ ലിവിങ് സ്റ്റൈല്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, നമ്മൾ പണമില്ലെങ്കിൽ പിണമാണ്. നമ്മളുടെ കുടുംബത്തിൽ ഒരാളുണ്ടാവില്ല, ബന്ധുക്കള്, അച്ഛൻ മരിച്ചിട്ട്, ഞാൻ മനോജ് സാറിന് പറഞ്ഞു, ജപ്തി ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഫോൺ വിളിച്ചാൽ കാശ് കൊടുക്കേണ്ടി വരുന്നുള്ള പേടി കൊണ്ട് നമ്മുടെ അടുത്ത് അകന്നു പോയ ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കളും എല്ലാവരും, കൂട്ടുകാരൊക്കെ. അപൂർവം ചില ആൾക്കാരൊപ്പം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് അവർ കൈൻഡുള്ളവരാണ്. നമ്മുടെ ഈ പാഠത്തിന്റെ ഒപ്പമുള്ള ആൾക്കാർ. ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാനാണ് ഒരാൾക്ക് ആദ്യം തോന്നുക. ഇവിടെ ഒരാൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മനോജ് സാറ് ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ, 3 കോടി നേടിയിട്ടുണ്ടെങ്കിൽ അത് 30 കോടി 300 കോടിയായി മാറാൻ കഴിവുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ഒരാളും ഇവിടെ ആത്മഹത്യ ചെയ്യില്ല. അവരെ മുഖത്ത് ഫോട്ടോ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, എന്റെ ഡയറി ഒന്ന് നോക്കിയാൽ, ആ നോക്കിയ സമയത്ത് നമ്മൾ വീണ്ടും ഇറങ്ങി വർക്ക് ചെയ്യും. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ, നമ്മുടെ ഫാമിലിയിലെ ഒന്ന് നോക്കിയാൽ നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യും. എല്ലാവരും 3 സൈഡ് എടുത്ത് വർക്ക് ചെയ്യണം. സീലിംഗ് അച്ചീവർ ആവണം. കോടീശ്വരനാവാൻ ഈസിയാണ്. 1,00,000 × 1000, 1,00,000 × 100, 1000 അല്ല 10,000 × 1000. അതേപോലെ തന്നെ ഇവിടെ വർക്കിംഗ് അവേഴ്സ് കൂടുതലുണ്ട്. നമ്മൾ ടീം ഉണ്ടാക്കണം. നെറ്റ്വർക്ക് പ്ലസ് മാർക്കറ്റിംഗ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾ 100 പേരെ ടീം ഉണ്ടെങ്കിൽ ഇവിടെ മാസം നിങ്ങൾക്ക് 1,00,000 മുകളിൽ ഇൻകം കിട്ടും. അതേപോലെ തന്നെ റീപർച്ചേസ് വരുന്നു. വലിയ കംപ്രസർ മെറ്റീരിയലാണ് വരുന്നത്. അത് പവറാണ്. ഈ ബയോടോറത്തിന്റെ പവറാണ്. നമ്മൾ ഇവിടെ മറ്റുള്ള കമ്പനി ഗ്ലോബൽ ലീഡർ ആവാൻ പോവാണ് നമ്മളുടെ കമ്പനി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബയോടോറത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള കമ്പനിയുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, കമ്പനിയും പ്രൊഡക്റ്റും റിസൾട്ടും അച്ചീവേഴ്സും, അതേപോലെ ആമസോൺ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ്, ഇ കൊമേഴ്സ് ആയിട്ടാണ് നമ്മളുടെ സാഗർ സാർ വരുന്നത്. അതിന്റെ
അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് നമ്മളാണ്. നമ്മൾ കറക്റ്റ് സമയത്താണ് ഇവിടെ കയറി നിൽക്കുന്നത്. റൈറ്റ് ടൈം ഇൻ റൈറ്റ് ബിസിനസ്. അതായത് വേൾഡില് വെൽനസ് ഇൻഡസ്ട്രിയും അതേപോലെ തന്നെ നമ്മളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരുമിച്ച് വന്നിട്ടുള്ള സമയത്ത് ഇന്ത്യയിലുള്ള നമ്മളെ പകരം വെക്കാൻ വേറൊരു കമ്പനി ഇല്ല, പ്രൊഡക്റ്റ് ഇല്ല. നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് സൗഖ്യം കിട്ടുന്നു, വെൽത്ത് കിട്ടുന്നു, ഹെൽത്ത് കിട്ടുന്നു. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും എന്റർടൈൻമെന്റ്. തായ്ലാന്റ് പ്രോഗ്രാം ₹1 കൊടുക്കാനാണ് ഞാനും ഭാര്യയും കൂടി പോയത്. സുധിസാറിന്റെ ഓഫർ ആയിരുന്നു. അതേപോലെ നമ്മുടെ കമ്പനി ഇനി റാങ്ക് സിസ്റ്റം കൊണ്ടുവരും, അതുപോലെ അച്ചീവ്മെന്റ് ഇന്റർനാഷണൽ ട്രിപ്പുകൾ കൊണ്ടുവരും. കാരണം ഇതെല്ലാം റീപർച്ചേസിൽ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സിസ്റ്റമാണ് കമ്പനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മുടെ ടീം റെഡിയാക്കണം, നമ്മുടെ ഒപ്പമുള്ളവരൊക്കെ ഒരുമിച്ച് നിർത്തണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ ഒരുമിച്ച് നിർത്തണം. ഞാനുണ്ട് കൂടെ, ഒപ്പമുണ്ട്. നിങ്ങൾ 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 ഇറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ നമ്മളൊപ്പമുണ്ട്. നിന്നെ അച്ചീവ് ആക്കാനായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒപ്പമുണ്ട്. ഞങ്ങൾ ടീമുണ്ട്, നമ്മുടെ മനോജ് സാറിന്റെ ടീമുണ്ട്. മനോജ് സാറിന്റെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരെ 220 പേരുടെ ഫോട്ടോസ് എനിക്കറിയാം. ആ ആൾക്കാരുടെ ഫോട്ടോസ് എല്ലാം ഡിസൈൻ ചെയ്ത് ഡയറി ഉണ്ടാക്കിയത് ഞാനാണ്. എനിക്കറിയാം ചുറുചുറുക്കുള്ള അത്രയും നമ്മളെ വിൽ പവറുള്ള ഒരു ടീമിനെയാണ് മനോജ് സാർ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ആ മനോജ് സാറിന്റെ ടീമിന്റെ പ്രത്യേകത തന്നെ നമ്മുടെ ഷാജി സാറിനെയൊക്കെ അടുത്ത് പോയാൽ തന്നെ നമുക്കറിയാം. അവരുടെ അടുത്ത് വരുന്ന പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ഒരുമിച്ച് നിർത്താനും ഒപ്പം തന്നെ ഉള്ളവരെ രക്ഷിക്കാനുള്ള മൈൻഡുള്ള ലീഡേഴ്സാണ് മനോജ് സാറിന്റെ ഒപ്പം ഉള്ളത്. മനോജ് സാറിനുള്ളത് ഉറപ്പായിട്ടും മനോജ് സാറിന്റെ ഒപ്പമുള്ള ഈ ലീഡേഴ്സ് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കും. ഞാൻ മനോജ് സാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടെ ഇനി അടുത്തുള്ള ഒരു വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാകും. ഇവിടെ ഒരു ബിസിനസ് അപ്രോച്ച് വരുന്ന സമയത്ത് എല്ലാവർക്കും കാശ് ഉണ്ടാവുന്ന, എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാവുന്ന, എല്ലാവർക്കും ഹെൽത്ത് കിട്ടുന്ന ഈ സംഭവത്തിലൂടെ എല്ലാവർക്കും നിറച്ച് ഇവിടെ സാധിക്കാൻ പറ്റും. കോടീശ്വരന്മാരുടെ മുഴുവൻ ടീമായി മാറട്ടെ. കോടീശ്വരന്മാരുടെ മുഴുവൻ ടീമുകൾ എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. മനോജ് സാറിനും കുടുംബത്തിനും അവിടെ ഒപ്പമുള്ള ലീഡേഴ്സിനും എല്ലാം സമ്പത്തും ഐശ്വര്യവും ഈ വേണ്ടതോടെ സാധിക്കട്ടെ. ഇത്രയും വലിയ പവറുള്ള കമ്പനിയിലാണ് ഈ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ഈ വർഷത്തിൽ തന്നെ കോടീശ്വരനായി മാറട്ടെ എല്ലാവരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാ അല്ലെ, ശരിക്കും പറഞ്ഞാല് എന്ത് പറയണമെന്ന് അറിയില്ല. അത്രയും നല്ല മുന്നേ ഒരു പ്രാവശ്യം നമ്മളെ ജോഷി സാറ് വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അന്ന്. അപ്പോ ഇന്ന് ശരിക്കും ആദ്യമായിട്ട് കേട്ട ആൾക്കാർക്ക് ശരിക്കും എന്താ തോന്നിയിട്ടുണ്ടാവുക എനിക്കറിയില്ല. അത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാല് ഇന്ന് ഈ ജീവിച്ചിരിക്കുന്നത് അത്രത്തോളം എന്താ പറയാ വേദന അനുഭവിച്ചിട്ടാണ്. അപ്പൊ ആ വേദന ശരിക്കും പറഞ്ഞാൽ ഇല്ലാണ്ടാക്കിയത് നമ്മുടെ ഈ ബയോട്ടോർ എന്നുള്ള ഈ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോ നമ്മളെ മിറാക്കിളായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന്, ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പല ആൾക്കാരും വിശേഷിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ വാക്കുകളില്ല പറയാൻ. അത്രയും ശരിക്കും പറഞ്ഞാല് അങ്ങേയറ്റം അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം ഈ ഒരു അവസരത്തില് അപ്പൊ ഒരുപാട് ആൾക്ക് നമ്മള് ഇതിന്റെ ശരിക്കും പറഞ്ഞ ഫീഡ്ബാക്ക് പറയാനുണ്ടാവും. പക്ഷെ ഇവിടെ സമയം അനുവദിക്കാതെ കൊണ്ട് നമ്മള് അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ് ഒരു